യെസ്, അതിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ പാലാ നഗരസഭയിൽ നിന്ന് പുറത്തായ നഗരസഭാ അധ്യക്ഷയായിരുന്ന ദിയ പുളിക്കക്കണ്ട മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 7 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഈ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിന്റെ 2 കൌൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിന്റെ 3 കൌൺസിലർമാരും KDPയുടെ ഒരു കൌൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൌൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിന്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതിന്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതര്? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. മണ്ഡലം ഒരു ഞാൻ ചോദിക്കട്ടെ, ഏതൊരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൌൺസിലറാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്, അതിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ കൌൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൌൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആള് നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശമനുസരിച്ചാണ് വിപ്പ് നൽകിയതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. നിയമ നടപടി സ്വീകരിക്കും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെയും അതിന്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പൊ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഇതിന്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണ് എല്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആയിരിക്കും, ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഇനി വരും കാലങ്ങളിലൊന്നും പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ലായിരിക്കാം. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ചിലപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ചാൽ പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ല. അതിൽ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് കാണാം. അതിനെപ്പറ്റി ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാണ്. ഞങ്ങൾ 3 പറയാതെ ഞങ്ങൾ സ്വതന്ത്ര ഞങ്ങൾ 9 പേരുണ്ട്. 9 പേര് ഞങ്ങൾ പറഞ്ഞോട്ടെ, ഞങ്ങൾ 9 പേരുണ്ട്. അത് വടംവലി ഒന്നുമല്ല, ശക്തിപരീക്ഷണമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന 9 പേര്. ഞങ്ങൾ UDF അല്ല. അത് സംസാരിക്കും. ചേട്ടാ, ഇത് കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദ്യത്തിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്നത് അവർക്കാർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നു? എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്തത്. ഞാനും പ്രിയായും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവര് ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷെ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCCയിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക്
അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന് അഭിമാനം രക്ഷിക്കാനാണ് വോട്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. നിങ്ങൾ 6 കൗൺസിലർമാർ കൂടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം പ്രമേയം പാസ്സാക്കിയത് കൊണ്ടല്ലേ ഈ അവിശ്വാസം പോലും അതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ ഒപ്പിടാനുണ്ടായത്? അല്ല, അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞങ്ങൾ ഞാൻ അതിന്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു, പലരും അതിന്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിന്റെ അകത്ത് ഒപ്പിടും. പക്ഷെ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCCയിലേക്കോ ഉള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. അതായത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDFന്റെ തീരുമാനമാണത്.